ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു പപ്പട ചമ്മന്തിയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: തേങ്ങാക്കൊത്ത്, ഉള്ളി, വറ്റൻമുളക്, ഒരിച്ചിരി പുളി, വാളംപുളി, 3-4 പപ്പടം, ചെറിയ പപ്പടമാണ് 4 പപ്പടം വേണം. ഉപ്പ് പക്ഷേ നമ്മൾ ഏറ്റവും അവസാനം ഈ പപ്പടമൊക്കെ ചേർത്ത് കഴിഞ്ഞ് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ഈ പപ്പടത്തിന് നല്ല ഉപ്പുള്ള സാധനമാണ്. അപ്പോൾ ആദ്യം ഇത്രയും സംഗതികൾ, ഈ 3 സംഗതികളൊന്ന് ചുട്ടെടുക്കുക. ഒരു 4 പപ്പടം സാധാരണ പപ്പടം വറുക്കുന്ന പോലെ വറുത്തെടുക്കുക. അപ്പോൾ ഈ സാധാരണ നമ്മൾ ഇത് ചിരട്ടക്കനലിലിട്ടാണ് ഇത് ചുടുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു ഈ ഗ്രില്ല് പോലത്തെ ഒരു സംഗതി മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ച് ഗ്യാസിൽ വെച്ച് ചുടാന്ന് വെക്ക്. അപ്പോൾ ഇതിൽ വെച്ച് നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് ചൂടാന്ന് വെക്ക്. നേരത്തെ പണ്ടൊക്കെ നമ്മളിത് ചിരട്ടക്കനലിൻ്റെ അകത്ത് ഇട്ടായിരുന്നു ചുട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്യാസ് കത്തിക്കുക, ഇതതിൻ്റെ പുറത്ത് വെച്ച് ഇങ്ങനെ ചുടുക. അപ്പോൾ ഇത് കമ്പിയുടെ സാധനം ആയതുകൊണ്ട് ഇത് ചൂടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് തുണി ചുറ്റി പിടിക്കുന്നതല്ലായിരിക്കും. അപ്പോൾ നമ്മൾ 4 പപ്പടം വറുത്തെടുത്തിട്ടുണ്ട്, ഉള്ളി ചുട്ടെടുത്തിട്ടുണ്ട്, തേങ്ങ ചുട്ടെടുത്തിട്ടുണ്ട്, വറ്റൻമുളക് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: പുളി, ഇച്ചിരി പുളി ഓപ്ഷണലാണ്, പുളി വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. ഉപ്പ് പപ്പടമൊക്കെ പൊടിച്ച് അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇവരെ 3 പേരെ ഒന്ന് അരച്ചെടുക്കും. ഇവരെല്ലാവരും കൂടെ, അതിൽ ഞാൻ ഇച്ചിരി പുളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് അരച്ചെടുക്കാൻ പോകും. നമ്മൾ അതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ പപ്പടം പൊടിച്ച് ചേർക്കുക. ഇനി ഇത് അരക്കുക. അത് അരച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ ഉപ്പൊരിച്ചിരി കൂടെ പോരാ. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ അടിക്കുക. അപ്പോൾ ഇതിൽ ഒരിച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഇനി ഈ വേപ്പില വറുത്ത് ചേർത്തിരിക്കുകയാണ്. അതും കൂടെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി, പപ്പട ചമ്മന്തി റെഡി. നമ്മുടെ പപ്പട ചമ്മന്തി റെഡി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.